വളം റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്ന ആ ഒരു ടൈം വരെയാണ് ചില സ്ലറികൾക്ക് മണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു വളത്തിന് അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പാട്ടയ്ക്ക് 20 ലിറ്റർ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് കൃഷിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് 2 മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മളെ വീട്ടിലൊക്കെ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെടികൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടി അയച്ച നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ ജൈവ സ്ലറികളാക്കിയിട്ടൊക്കെ നമ്മൾ വളങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ കീടശല്യം, മണ്ണിൽ വരുന്ന കീടശല്യം, അതേപോലെ തന്നെ ഇലകളിൽ വരുന്ന കീടശല്യം, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ കീടനാശിനും റെഡിയാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ജൈവ വളമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു വളം എങ്ങനെയാണ് റെഡിയാക്കുന്നത്, അതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വളം നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 മാസം വരെ നമ്മൾ സൂക്ഷിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡെയിലി ഒരു 2 നേരം അല്ലെങ്കിൽ 1 നേരം നമ്മൾ കറക്റ്റായിട്ട് നമ്മളിത് ഇളക്കി കൊടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധിക പൈസ ചെലവൊന്നുമില്ല കേട്ടോ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 25 റുപ്യ അതിൽ താഴെ വരുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് പൈസ ചെലവുള്ള വളമൊന്നുമല്ല. അത് മാത്രമല്ല, ഈ വളം നമ്മൾ റെഡിയാക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, ഇപ്പൊ ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് അധിക ദിവസം നമ്മൾ വെക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായിട്ട് സ്മെല്ലും വരുന്നില്ല കേട്ടോ. വളം റെഡി ആക്കി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏത് സ്ലറികളാണെന്നുണ്ടെങ്കിലും വലിയ സ്മെല്ലുകൾ വരില്ല. വളം റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്ന ആ ഒരു ടൈം വരെയാണ് ചില സ്ലറികൾക്ക് മണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു വളത്തിന് അങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല കേട്ടോ. അപ്പൊ ഈ ഒരു വളത്തിന്റെ പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെടികളെ ആദ്യഘട്ട വളർച്ചയ്ക്ക് കാര്യമായിട്ട് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ജൈവ സ്ലറികളായിട്ടൊക്കെ നമ്മൾ കൊടുക്കും നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ. അപ്പൊ ഇത് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അയച്ച ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് ഈ വളത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്കിത് വളമായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെടികളിൽ മണ്ണിൽ വരുന്ന കീടശല്യങ്ങൾ, അതേപോലെ ഇലകളിൽ വരുന്ന കീടശല്യങ്ങൾ, അപ്പൊ ഇങ്ങനത്തെ കീടശല്യങ്ങളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്കിതൊരു കീടനാശിനിയായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രക്കും ഗുണങ്ങളുള്ളതും അതേപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഈ വളം എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചച്ചാണകമാണ് കേട്ടോ. അപ്പൊ ഒരു 200 ഗ്രാം പച്ചച്ചാണകമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പച്ചച്ചാണകം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മളെ വീടിന്റെ അടുത്തൊക്കെ പശുവിനെ പോറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. അത് ചില പുല്ല് വൈക്കോലൊക്കെ തിന്നിട്ടുള്ള പശുവിന്റെ പച്ചച്ചാണകമാണ് നമ്മൾ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്താൽ അതിന് ഗുണം കിട്ടുള്ളൂ. കാരണം അതിലാണ് സൂക്ഷ്മ ജീവാണുക്കൾ ധാരാളമായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഓക്കപ്പൊടി അതേപോലെ കാലിത്തീറ്റൊക്കെ കഴിച്ചിട്ട് അത് മാത്രം കഴിക്കുന്ന പശുവിന്റെ ചാണകത്തിന് അത്ര പോഷക ഗുണങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാം, പച്ചച്ചാണകത്തിൽ ധാരാളമായിട്ട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു അനേകം പോഷക ഗുണങ്ങളും പച്ചച്ചാണകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. അപ്പൊ കടലപ്പിണ്ണാക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 200 ഗ്രാമാണ്. അപ്പൊ ഞാനിവിടെ 200 ഗ്രാം കടലപ്പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചാണകമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ കടലപ്പിണ്ണാക്കിലും എല്ലാവർക്കും അറിയുന്നതാണ് NPK കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റ് ആണ് കടലപ്പിണ്ണാക്കിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ നൈട്രജൻ കണ്ടന്റ് ആണ് നമ്മളെ ചെടികൾക്ക് വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഈ വളം റെഡിയാക്കാൻ വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. അപ്പൊ വേപ്പിൻ പിണ്ണാക്കിലും അതേപോലെ NPK കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കീടനാശിനിയായിട്ട് വെച്ച കീടങ്ങളെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടും മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു വളത്തിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു കീടനാശിനിയായിട്ടും ഇത് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ വേപ്പിൻ പിണ്ണാക്കും നമുക്ക് 200 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കര ആണ്, അയച്ച വെല്ലം. അപ്പൊ ശർക്കര നമ്മൾ വേണ്ടത് ഇതിലേക്ക് 100 ഗ്രാം ശർക്കര മതി. അയച്ച ഇതുപോലത്തെ ഒരു ബെല്ലും അതേപോലെ ഇതിന്റെ ഒരു 1/4 ഭാഗം കൂടി എടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ 100 ഗ്രാം ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ശർക്കര കേട്ടോ. അപ്പൊ ശർക്കര നമ്മൾ എല്ലാ വളത്തിലും നമ്മൾ ഇട്ട് കൊടുക്കും. ശർക്കര ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വളത്തിൽ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കൂടുതലായിട്ട് ദുർഗന്ധം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര എല്ലാ സ്ലറികൾ ഉണ്ടാക്കുമ്പോഴും അതേപോലെ പൊടിപ്പിച്ച വളങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ വളം റെഡിയാക്കുന്ന ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ വേറെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് 200 ഗ്രാം
വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 200 ഗ്രാം കടലപ്പിണ്ണാക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊരു 10 മിനിറ്റ് മുന്നേ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ വളം റെഡിയാക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറെ ഒരു പാത്രം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 200 ഗ്രാമിന്റെ അടുത്ത് ചാണകമാണ്, പച്ച ചാണകമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ പച്ച ചാണകം എടുക്കുമ്പോൾ ഇതുപോലെ ചണ്ടി വൈക്കോലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ 200 ഗ്രാം ഇപ്പൊ അളക്കാന്നൊക്കെ പറഞ്ഞാൽ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഏകദേശം ഒരു സുമാറ് വെച്ചിട്ട് നമ്മളൊരു 200 ഗ്രാം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ പച്ചച്ചാണകം കൂടി വിചാരിച്ചിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പച്ചച്ചാണകത്തിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ആ ചെടികൾക്ക് ഇട്ട് കൊടുത്ത ലേശം കൂടിച്ച് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ സൂക്ഷ്മ ജീവാണുക്കളും കൂടുതലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള 100 ഗ്രാം ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര ഇതിലേക്ക് 100 ഗ്രാം ഇട്ടാൽ മതി, കൂടുതലൊന്നും ഇടണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ലിറ്റർ വെള്ളം മതി ഇതിലേക്ക്. ആദ്യം നമ്മൾ മറ്റേ പിണ്ണാക്ക് കലക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ലിറ്റർ ഇനി ലേശം ഒന്ന് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നെങ്കിൽ മഴവെള്ളം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കിണർ വെള്ളമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളിത് ഒരേ ദിശയിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെച്ചാൽ ഈ പച്ചച്ചാണകം അതേപോലെ ശർക്കര ഇതിലേക്ക് നല്ല രീതിയിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വളം റെഡിയാക്കുമ്പോഴും പറയുന്നുണ്ട് ഒരേ ദിശയിലേക്ക് ഇളക്കണം എന്നുള്ളത്. വെച്ചാൽ സൂക്ഷ്മ ജീവാണുക്കളും വർധനവ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ ദിശയിലേക്ക് ഇളക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇളക്കി കഴിഞ്ഞാൽ അതിൽ സൂക്ഷ്മ ജീവാണുക്കൾ വർധനവ് ഉണ്ടാവില്ല, നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ വളം റെഡിയാക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടാതെ വരും. ഇനി നമുക്ക് നമ്മളെ വെള്ളത്തിൽ കുതിർത്തിട്ട കടലപ്പിണ്ണാക്ക് അതേപോലെ വേപ്പിൻ പിണ്ണാക്ക് നല്ല ലയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിലേക്ക് ഈ ഇപ്പം ചാണകം കലക്കിയിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുതിർത്തിടുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുതിർത്തിടുന്നത്. അതിനുശേഷം നമ്മളിത് ഒരേ ദിശയിലേക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 40 റൗണ്ടെങ്കിലും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ഇത് വളം കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് എത്ര ദിവസമാണ് ഈ വളം വെക്കുന്നത് അത്ര ദിവസം ഇളക്കുമ്പോഴും ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കുക നമുക്കൊന്നെങ്കിൽ ചണഞ്ചാക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ കോട്ടൺ തുണി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ചണഞ്ചാക്ക് ആണെന്നുണ്ടെങ്കിലും കോട്ടൺ തുണി ആണെന്നുണ്ടെങ്കിലും ഒന്ന് നനച്ചതിന് ശേഷം നമ്മളിത് കവർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ കയറ് കൊണ്ട് നമുക്കൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ ഇത് കവർ ചെയ്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ സൂക്ഷ്മ ജീവാണുക്കൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിൽ കൊതുകുകളോ മറ്റു കീടങ്ങളോ ഒന്നും വന്നിട്ട് മുട്ട ഇട്ട് വെക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് എല്ലാ സ്ലറികളും ചെയ്യുന്ന പോലെ തന്നെ ഒരു തണലുള്ള ഭാഗത്തേക്കാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് വെയിലടിക്കാത്ത ഒരു തണലുള്ള ഭാഗത്തേക്ക് ഇത് നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ ഈ വളം റെഡി ആവാൻ വേണ്ടി നമുക്ക് 5 ദിവസമാണ് ടൈം ഉള്ളത്. അപ്പോൾ ഈ 5 ദിവസം നമ്മൾ 2 നേരം വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ 2 നേരം ഇളക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നേരം തന്നെ നല്ല രീതിയിൽ ഒരു 40 റൗണ്ടെങ്കിലും ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വളമായിട്ട് നമ്മൾ ചെടികൾക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് ചെടികൾക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് ഞാനൊരു 5 ദിവസം മുന്നേ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ വളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഞാനിത് ഇളക്കി കൊടുത്തിരുന്നു, 2 നേരം തന്നെ ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ രൂപത്തിലാണ് വളം ഉണ്ടാവുക. അപ്പൊ ഒന്നും കൂടി ഒന്ന് നമ്മൾ ഒരേ ദിശയിലേക്ക് തന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ വളം നമുക്ക് 2 മാസം വരെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ച് തീർക്കേണ്ട ആവശ്യമില്ല, 2 മാസം വരെ നമുക്ക് വെക്കാം. അപ്പൊ വെക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഡെയിലി ഇത് ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ 2 മാസം വെക്കുക എന്നൊരു കാര്യം 2 മാസം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ അളവ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാല് നമ്മളെ ചെടികളെ അനുസരിച്ചിട്ടാണ്. അപ്പൊ ചെടികളെ പ്രായം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവ് കുറച്ചാൽ മതി. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കൊടുക്കുന്ന അളവ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ ഒരു പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ചെറിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണ്, മണ്ണിൽ നടാത്ത പോട്ടിലൊക്കെ നട്ടിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ചെടികളെ ചുവട്ടിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത്, ഇപ്പൊ 1 ലിറ്ററിന്റെ പാത്രമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പാട്ടാണെന്നുണ്ടെങ്കിലും ആ പാട്ടിന്റെ 10 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അതേ സ്ഥാനത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പാട്ടയ്ക്ക് 20 ലിറ്റർ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. 20 ലിറ്റർ അല്ല, ഒരു ഏത് പാട്ടാണോ എടുക്കുന്നത് അതിന്റെ 20 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് തരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിൽ പൊടികളൊക്കെ ഉണ്ടാവും.
അപ്പോൾ നമ്മളെ സ്പ്രേയറിൽ കുടുങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിതൊന്ന് തരിച്ചെടുത്തതിന് ശേഷം 20 ലിറ്റർ വെള്ളം നമ്മൾ ആദ്യം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തരിച്ചെടുക്കുക. അപ്പോൾ ചെറിയൊരു തുണി വെച്ചിട്ടൊക്കെ തരിച്ചെടുത്താൽ മതി. തരിച്ചെടുത്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ അതിരാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെ ഉദ്ദേശം കീടനാശിനി ആയിട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് നമ്മളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു പാട്ട ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട 1 ലിറ്ററിന്റെ ആണ്. അപ്പൊ ഇതിലേക്ക് ഒരു 10 ലിറ്റർ വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം. നമ്മളെ വളം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം. അപ്പൊ ഇത് നമ്മളെ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കാരണം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ വളം ഒരിക്കലും ചെടികളെ ചുവട്ടിൽ ഇങ്ങനെ കെട്ടിക്കെടുക്കുന്ന രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഗുണം എന്ന് വിചാരിച്ചത് നമുക്ക് ദോഷമായിട്ട് മാറും. അപ്പൊ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 150-200 ml അടുത്ത് മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വളം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഡെയിലി ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1.5 സ്പ്രേ ചെയ്ത് കൊടുത്തിച്ചിട്ടും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ കുറച്ച് കൃഷിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് 2 മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാസം ഈ വളം കേടുകൂടാതെ തന്നെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ വീട്ടില് ജൈവ രൂപത്തിൽ കൃഷി ചെയ്യുന്നവർ ഇതേപോലെ തന്നെ ജൈവ വളങ്ങളും അതേപോലെ ജൈവ കീടനാശിനികളും പൈസ ചെലവ് കുറച്ചിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്